റോജായ തമിഴ്നാട്ടിലെ വിജയുടെ ടി വി എക്ക് വലിയ വിജയം നേടി 107 സീറ്റിൽ വിജയിച്ചു. സർക്കാർ ഉണ്ടാക്കാൻ കുറച്ച് MLA-മാരുടെ പിന്തുണ കിട്ടി വേണം എന്ന സാഹചര്യത്തിൽ ഒരു ചർച്ചയും ചെയ്യാതെ DMK-യുമായുള്ള ബന്ധം ഉപേക്ഷിച്ച് വിജയ്ക്കൊപ്പം പോയ കോൺഗ്രസ് സ്വന്തം കുഴി തോണ്ടുന്ന ഒരു പരിപാടിയായിരുന്നില്ലേ കാണിച്ചത്? കോൺഗ്രസ് കുഴി തോണ്ടിയത് മാത്രമല്ല, കോൺഗ്രസ് ഒരു രാഷ്ട്രീയ ധാർമ്മികത, മാന്യത എന്നൊക്കെ പറയുന്നത് നെറികേടാണ് കാണിച്ചിരിക്കുന്നത്. ഒരു തരത്തിൽ ഇത് ഒരു രാഷ്ട്രീയ പാർട്ടിക്കും അംഗീകരിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് തന്നെയാണ് 22 വർഷമായി കോൺഗ്രസുമായി ഉണ്ടായിരുന്ന ബന്ധം ഉപേക്ഷിച്ച് ആണ് ഈ ബന്ധം ഉപേക്ഷിക്കുകയാണെന്ന് DMK പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇന്ന് അവര് ലോക്സഭാ സ്പീക്കർക്ക് ഔദ്യോഗികമായി കനിമൊഴി കത്തും കൊടുത്തു. അതായത് ഒരു തരത്തിലും ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ളതിൽ മിനിമം മര്യാദ കാണിക്കേണ്ടതായിരുന്നു കോൺഗ്രസ്. തമിഴ്നാട്ടിൽ അവർ DMK-യുടെ കെയർ ഓഫിൽ നിന്ന് മത്സരിച്ച് 5 സീറ്റ് നേടിയതിനു ശേഷം ഒരു മുന്നറിയിപ്പും ഇല്ലാതെ ഇന്നലെ വന്ന ഈ തട്ടിക്കൂട്ട് രാഷ്ട്രീയ പാർട്ടികളോടൊപ്പം തന്നെ പോകാൻ അവർ തയ്യാറായി. അതിന് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം, ഇവർ പറയുന്ന ഹൈക്കമാൻഡ് അതിന് പച്ചക്കൊടി കാണിക്കുകയും ചെയ്തു. അപ്പം നിങ്ങളെ ആരാണ് വിശ്വസിക്കുന്നത്? ഇതുപോലൊരു വൃത്തികെട്ട നെറികേട് കാണിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയെ മറ്റേതെങ്കിലും പാർട്ടികളിൽ വിശ്വസിക്കും? ഇവർ പറയുന്ന ഇന്ത്യ മുന്നണിയോടൊപ്പം ഇനി ആരെങ്കിലും നിൽക്കാൻ തയ്യാറാവുമോ? അതായത് കോൺഗ്രസ് DMK-യുടെ കെയർ ഓഫിൽ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 9 സീറ്റിലാണ് കോൺഗ്രസിന് അവിടുന്ന് മത്സരിച്ച് സീറ്റ് കിട്ടിയത്. അല്ലെങ്കിൽ കെട്ടിവെച്ച കാശ് കാരണം ഇപ്പോഴും 10% വോട്ടില്ല കോൺഗ്രസിന് തമിഴ്നാട്ടില്. 1967 അധികാരത്തിൽ നിന്ന് പുറത്തുപോയ ഒരു പാർട്ടിയാണ്. പിന്നെ ഈ ദ്രാവിഡ പാർട്ടികളുടെ വാലയെ പിടിച്ച് നടക്കുന്നവരാണ് ഇത്. അപ്പൊ ഇത് സൂചിപ്പിക്കുന്നത് കോൺഗ്രസിന്റെ ദേശീയ തലത്തിൽ BJP-യോട് എതിർക്കാൻ ഒരു കക്ഷികളും മുന്നോട്ട് വരാത്തൊരു സാഹചര്യം ഉണ്ടാക്കുകയാണ്. അതായത് ഇവരെ വിശ്വസിക്കാൻ കൊള്ളാത്തൊരു പാർട്ടിയാണെന്ന് ഒരു ഇമേജ് ഇവർ തന്നെയാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. എന്ത് സാഹചര്യത്തിലാണ് DMK ബന്ധം ഉപേക്ഷിച്ച് നിങ്ങൾ അപ്പുറത്തേക്ക് പോകുന്നു? 2004 അതായത് അന്ന് BJP-യുടെ വളർച്ച ഇങ്ങനെ തുടങ്ങി വന്നു. വാജ്പേയി ഗവൺമെന്റ് കഴിഞ്ഞ സമയത്താണ് സോണിയാഗാന്ധി നേതൃത്വത്തിൽ UPA സർക്കാർ 2004 വരുന്നത്. അന്ന് കോൺഗ്രസിനോടൊപ്പം പാറ പോലെ ഉറച്ചു നിൽക്കുകയും രണ്ട് മുന്നണി മന്ത്രിസഭകളിലും അവർ പങ്കാളികളാവുകയും ഒക്കെ ചെയ്തതാണ്. അങ്ങനെ വരുന്നൊരു അതിനുശേഷം കോൺഗ്രസിനോട് പിന്നീട് നടന്ന 2014 തെരഞ്ഞെടുപ്പിലും 19 തെരഞ്ഞെടുപ്പിലും 24 തെരഞ്ഞെടുപ്പിലും പാർലമെന്റ് തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിനൊപ്പം നിന്നവരാണ് അവര്. അപ്പൊ അങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടിയെ നിങ്ങൾ ഉപേക്ഷിച്ചിട്ട് അവരുടെ കെയർ ഓഫിൽ 4-5 സീറ്റും വാങ്ങിച്ചിട്ട് നേരെ അപ്പുറത്തോട്ട് പോകുക എന്ന് പറയുന്നത് ഒരു തരത്തിൽ അംഗീകരിക്കാൻ കഴിയുന്ന രാഷ്ട്രീയ മാന്യത എന്ന് പറയാൻ പോലും കോൺഗ്രസിന് ഇനി അവകാശപ്പെടാൻ പറ്റാത്തൊരു സ്ഥിതിയിലേക്കാണ് പോയിരിക്കുന്നത്. ഈ രാഹുൽ ഗാന്ധി നേതൃത്വം എന്ത് കാരണത്താലാണ് ഈ DMK-ക്ക് പോയി പിന്തുണ കൊടുത്തു എന്നുള്ളതിന് പൊതുജനങ്ങളോട് സമാധാനം പറയേണ്ടി വരും. കാരണം അവർ ഈ രാഹുൽ ഗാന്ധിയും സ്റ്റാലിനും കൂടെ ഒരുമിച്ച് നടന്നാണ് ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചോദിച്ചത്. എന്നിട്ട് ഒരു തരത്തിലുള്ള മാന്യതയും കാണിക്കാതെ ആ മുന്നണി വിട്ടുപോയി നേരെ പോയി അപ്പുറത്ത് ഈ 5 MLA-മാർ പോയി ചേർന്നിട്ട് രാഹുൽ ഗാന്ധി അതിന് പച്ചക്കൊടി കാണിച്ചു. രാഹുൽ ഗാന്ധി ഒരു കാരണവശാലും അതിന് അംഗീകാരം കൊടുക്കരുതായിരുന്നു. കോൺഗ്രസ് നേതൃത്വം അത്തരം ഒരു കാലുമാറ്റത്തിന് അനുവദിക്കരുതായിരുന്നു. അപ്പൊ അത് ഒന്ന് നോക്കിയേ, ആ മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്ന CPM-ഓ CPI-യോ മുസ്ലിം ലീഗോ ആ മുന്നണി വിട്ടുപോകാൻ ഇപ്പോഴും തയ്യാറായിട്ടില്ല. കാരണം മുന്നണി വിടാനുള്ള ഒരു സാഹചര്യം തമിഴ്നാട്ടിൽ ഇല്ല. ആർക്കും ഭൂരിപക്ഷം ഇല്ല എന്നുള്ള സാഹചര്യം അവിടെ നിൽക്കുമ്പോഴാണ് നേരെ അപ്പുറത്തോട്ട് പോയി ഒരു ഭൂരിപക്ഷവും ഇല്ലാത്തടത്തോട്ട് പോയി കയറി നിൽക്കുന്നത്. അപ്പം കോൺഗ്രസ് ഇത് ദേശീയ തലത്തിലും സംസ്ഥാന തലങ്ങളിലും വലിയ വില കൊടുക്കേണ്ടി വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. തമിഴ്നാട്ടിൽ നിന്ന് അധികാരത്തിൽ പുറത്തായിട്ട് 60 വർഷം കഴിയും. 62 വർഷമാകും. 1967 ഏറ്റവും ഒടുവിൽ കോൺഗ്രസിന്റെ ഒരു മന്ത്രി ഭക്തവത്സലം എന്ന് പറയുന്ന ഒരാൾ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് പോയി. അതിനുശേഷം കോൺഗ്രസിന് അവിടെ അധികാരത്തിൽ വരാനേ പറ്റിയിട്ടില്ല. അപ്പൊ അങ്ങനെ നിൽക്കുന്ന ഒരു പാർട്ടിക്ക് കഴിഞ്ഞ 2 ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലും MP-മാരെ 4-5 MP-മാരെ അവിടുന്ന് തെരഞ്ഞെടുത്ത് വിടാൻ കഴിഞ്ഞു. അതുപോലെ രാജ്യസഭയിലേക്ക് ഒരു MP-യെ ജയിപ്പിച്ചു വിടാൻ DMK സഹായിച്ചു. അപ്പൊ ഇങ്ങനെ DMK-യുടെ തണൽ പറ്റി നിന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ DMK തോറ്റു കഴിഞ്ഞപ്പോഴത്തേക്ക് ആരാണോ പുതുതായിട്ട് എമർജ് ചെയ്ത് വന്നിരിക്കുന്നത് ഈ വിജയന്റെ പാർട്ടിക്ക് TVK പിന്തുണ കൊടുക്കാനായിട്ട് ചാടി പുറപ്പെടുക 5 MLA-മാരുണ്ട്. അത് തന്നെ DMK-യുടെ കെയർ ഓഫിൽ DMK-യുടെ സഹായത്തിൽ ജയിച്ചു വന്നിട്ട് ശേഷമാണ് ഈ വലിയ നെറികേട് രാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്ന നമ്മൾ പറയുന്ന ധാർമ്മികത എന്ന് പറയുന്നതിന് ഒരു പ്രസക്തിയുമില്ല എന്നാണ് കോൺഗ്രസ് തെളിയിച്ചത്. എനിക്കിപ്പോഴും മനസ്സിലാവുന്നത് എന്തുകൊണ്ടാണ് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം, പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി ഇത്തരം കാര്യങ്ങൾക്ക് വലിയ ശാഠ്യം പിടിക്കുന്ന ഒരാളാണ്. പ്രത്യേകിച്ച് രാഷ്ട്രീയത്തിലെ മാന്യത, ധാർമ്മികത ഇതൊക്കെ നടപ്പാക്കണമെന്ന് പുതിയ കാലത്ത് ആവശ്യപ്പെടുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ് അദ്ദേഹം. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വൃത്തികേടിന് അല്ലെങ്കിൽ ഒരു നെറികേടിന്
അദ്ദേഹം കൂട്ടുനിന്നു എന്നുള്ളതാണ് ഒരുപാട് സംശയങ്ങൾക്കിടയാകുന്നത്. 5 MLA-മാർക്ക് പിന്നെ ഈ മന്ത്രിമാരാവുക അല്ലെങ്കിൽ ഭരണത്തിന്റെ ഭാഗമായി നിൽക്കുക എന്ന ഉദ്ദേശത്തിലാണെങ്കിൽ അത് അത്തരം ഭരണത്തിന് വേണ്ടി ചായുന്ന ചാട്ടത്തിനെ നിങ്ങൾ പിന്തുണയ്ക്കുന്നു എന്നുള്ള ചോദ്യം വരും. കാരണം ദേശീയ തലത്തിൽ BJPക്ക് എതിരായിട്ടുള്ള മുന്നണിയുടെ ഭാഗമായി നിൽക്കുമ്പോൾ 2ാമത്തെയും 3ാമത്തെയും പ്രധാനപ്പെട്ട കക്ഷിയാണത്. കോൺഗ്രസ് കഴിഞ്ഞാൽ സമാജ്വാദി പാർട്ടിയും കഴിഞ്ഞാൽ തൊട്ടുപുറകിൽ നിൽക്കുന്ന പാർട്ടിയാണ് DMK. ആ DMK നിങ്ങൾ ഒരു മുന്നറിയിപ്പുമില്ലാതെ ഒരു മാന്യതയുമില്ലാതെ ഒഴിവാക്കി എന്ന് പറയുന്നത്, അവരെ വിട്ടിട്ട് അടുത്ത കളത്തിലേക്ക് ചാടിപ്പോയി എന്ന് പറഞ്ഞാൽ അധികാരത്തിന് വേണ്ടി ആരെയും നിങ്ങൾ ഉപേക്ഷിക്കാൻ തയ്യാറാണെന്നുള്ള മെസ്സേജാണ് കൊടുക്കുന്നത്, സന്ദേശമാണ് പൊതുസമൂഹത്തിൽ കൊടുക്കുന്നത്. ഇല്ലേ, നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിലാണ് DMK മുന്നണി വിട്ടിട്ട് TVKയുടെ ഒപ്പം പോയി എന്നുള്ളത് എന്ത് സമാധാനം പറയും? നിങ്ങൾ ആ മുന്നണിയിൽ ഈ കാര്യം ഉന്നയിച്ചിട്ടാണോ അല്ലെങ്കിൽ അവരോട് സംസാരിച്ചിട്ടാണോ പോയത്? കഴിഞ്ഞ ദിവസം ഈ DMKയുടെ ദേശീയ സംസ്ഥാന കമ്മിറ്റി മീറ്റിങ്ങിനകത്ത് സ്റ്റാലിൻ പറഞ്ഞു ഒരു വാക്ക് പോലും പറയാതെ അവർ പുറത്തിറങ്ങി പോയി എന്നാണ്, പിന്നിൽ നിന്ന് കുത്തി എന്നാണ് പറഞ്ഞത്. അപ്പം ഈ കാര്യത്തിനകത്ത് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിന് എന്താണ് മറുപടി പറയാനുള്ളത്? പൊതുസമൂഹത്തോട് പറയണ്ടേ? തമിഴ്നാട്ടിലെ വോട്ടർമാരോട് പറയണ്ടേ? അല്ലെങ്കിൽ ഈ MLA-മാർ പോയി 5 പേരും പോയി അവിടെ കൈവക്കാൻ പോകുമ്പോൾ നിങ്ങൾ ആരുടെ കെയർ ഓഫിലാണ് ജയിച്ചു വന്നു എന്നുള്ളൊരു ചോദ്യത്തിന് മറുപടി പറയണ്ടേ? കുറഞ്ഞ പക്ഷേ ഞങ്ങൾ ഇന്ന സാഹചര്യത്തിലാണ് DMK മുന്നണി വിട്ടു പോകുന്നു എന്ന് പറയണ്ടേ? അത് പറയുന്നില്ല. അങ്ങനെ നിങ്ങൾ DMKയുടെ ബന്ധം ഉപേക്ഷിച്ച് നിങ്ങൾ രാജിവെച്ചിട്ട് വേണം അതിന്റെ TVKയുമായിട്ട് ചേരാൻ. അതൊന്നും കാണിക്കാതെ പരമ നെറികേടാണ് ഈ സംഘങ്ങൾ പോയി ചെയ്തു എന്ന് പറയുന്നത്. കോൺഗ്രസ് ഈ രാഷ്ട്രീയ സാഹചര്യം വീണ്ടും മാറുകയാണ്. 2 ദ്രാവിഡ പാർട്ടികളും കൂടെ തമിഴ്നാട്ടിൽ ഒന്നിച്ച് സർക്കാർ ഉണ്ടാക്കുന്നതിനെ കുറിച്ചൊക്കെ ചർച്ചകൾ തുടങ്ങിക്കഴിഞ്ഞു. അപ്പൊ കോൺഗ്രസിന് വീണ്ടും അത് തിരിച്ചടിയാവുകയല്ലേ? തീർച്ചയായിട്ടും കോൺഗ്രസിനെ ആരും വിശ്വസിക്കാത്തൊരു സ്ഥിതി. ഘടകകക്ഷികളിൽപ്പെട്ടവരെ നിങ്ങളെ എങ്ങനെ വിശ്വസിക്കും? ഈ കോൺഗ്രസിനെ വിശ്വസിക്കാൻ കൊള്ളാത്തവരാണെന്ന് പൊതുസമൂഹം പറയത്തില്ലേ? മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ പറയത്തില്ലേ? ഏതായാലും ദേശീയ രാഷ്ട്രീയത്തിനകത്ത് ഒരു കോൺഗ്രസിനെ ഒറ്റയ്ക്ക് ഭരിക്കുക എന്ന് പറയുന്നത് അസാധ്യമായ കാര്യമാണ്. അപ്പോൾ നിങ്ങൾ മുന്നണി രാഷ്ട്രീയത്തിൽ നിൽക്കുമ്പോൾ നിങ്ങൾ താൽക്കാലിക നേട്ടത്തിന് വേണ്ടി നിങ്ങളുടെ കൂടെ നിന്ന് 20-22 വർഷമായി കൂടെ നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ ഉപേക്ഷിച്ചിട്ട് ഇന്നലെ വന്ന ഒരു തട്ടിക്കൂട്ട് മുന്നണിയിലേക്ക് നിങ്ങൾ പോകുന്നു എന്ന് പറയുന്നത് നിങ്ങൾ എങ്ങനെ അതിന് പൊതുസമൂഹത്തോട് മാപ്പ് പറയും? നിങ്ങൾ തമിഴ്നാട്ടിലെ വോട്ടർമാരോട് എന്ത് പറയും? അപ്പൊ ആ ഒരു മാന്യത കാണിക്കാൻ ഈ രാഹുൽ ഗാന്ധിയുടെ പ്രസ്ഥാനത്തിന് കഴിയുന്നില്ല എന്നുള്ളത് സങ്കടകരമായ. രാഹുൽ ഗാന്ധിയാണ് ഈ കാര്യത്തിനകത്തൊരു നിലപാട് പറയേണ്ടിയിരുന്നത്. എന്ത് സാഹചര്യത്തിലാണ് ഞങ്ങൾ DMK ഉപേക്ഷിച്ചു പോകും? DMK ഏതെങ്കിലും തരത്തിൽ കോൺഗ്രസിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന എന്തെങ്കിലും നിലപാട് സ്വീകരിച്ചോ ഇല്ലയോ? അതൊക്കെയല്ലേ പറയേണ്ടത്. അല്ല, സമാനമായ രീതിയിൽ തന്നെ വിജയിൽ നിന്ന് ക്ഷണം ലഭിച്ച CPI, CPM, മുസ്ലിം ലീഗ് സംഘടന പാർട്ടികളൊന്നും പോയിട്ടില്ല. കോൺഗ്രസ് മാത്രമാണ് എടുത്ത് ചാടി അങ്ങോട്ടങ്ങ് ഓടിയത്. അതായത് ഈ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്ന CPM-ഓ CPI-യോ മുസ്ലിം ലീഗോ ഇവരാരും പോകുന്നില്ല. അപ്പോഴും അവരുടെ മുന്നണിയുടെ നേതൃത്വം കൊടുക്കുന്ന DMKയോട് ഒപ്പം നിൽക്കുകയാണ്. കാരണം അവർക്ക് ആ ഒരു മിനിമം മാന്യതയുണ്ട്. അവരുടെ കെയർ ഓഫിലാണ്, DMKയുടെ കെയർ ഓഫിലാണ് അവർക്ക് 1-2 MLA-മാരെ കിട്ടി. കോൺഗ്രസ് ആണ് അക്കാര്യത്തിനകത്ത് ഏറ്റവും വലിയ വൃത്തികേട് കാണിച്ചിട്ട് അവരെ ഉപേക്ഷിച്ചിട്ട് പോയിരിക്കുന്നത്. അപ്പൊ അതിനകത്ത് അതൊന്നും നിങ്ങൾക്ക് തൽക്കാലം നിങ്ങൾക്ക് ചിലപ്പോൾ 1-2 മന്ത്രിമാരെ കിട്ടിയിരിക്കുക, ചിലപ്പോൾ 5 പേരെ ചിലപ്പോൾ മന്ത്രിയാക്കിയത്. പക്ഷെ അതിനൊക്കെ അപ്പുറത്തായിട്ട് നിങ്ങൾക്ക് തൽക്കാലം നിങ്ങളുടെ നിലപാടുകളാണോ അധികാരമാണോ വലുതെന്നുള്ള ചോദ്യത്തിന് മറുപടി പറയേണ്ടി വരും. അപ്പൊ ഞാനെന്താ പറഞ്ഞത്, കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം ഈ ഹൈക്കമാൻഡ് എന്നൊക്കെ പറയുന്നവർക്ക് ഒരു തരത്തിലുള്ള രാഷ്ട്രീയ മാന്യതയും രാഷ്ട്രീയ ധാർമ്മികതയും ഇല്ലാത്തതിന്റെ പ്രശ്നങ്ങളാണ് ഇത് പലപ്പോഴും സംഭവിക്കുന്നത്. കോൺഗ്രസിനെ ഇനിയുള്ള കക്ഷികൾ വിശ്വസിക്കണമെങ്കിൽ നിങ്ങളെ ഈ ചോദ്യം നിങ്ങളുടെ മുമ്പിൽ നാളെ വരും, ഇല്ലേ? നിങ്ങളെ എങ്ങനെ വിശ്വസിച്ച് ഞങ്ങൾ നിങ്ങളുടെ കൂടെ നിൽക്കും? പുതിയൊരു പാർട്ടി നിങ്ങളോട് കൂടെ ചേരാൻ തയ്യാറാകുമോ? കോൺഗ്രസ് പലപ്പോഴും മുന്നണി മര്യാദ കാണിക്കുന്നില്ല എന്ന് പലപ്പോഴും ഈ ആരോപണം ഉന്നയിച്ചിട്ടുള്ളത് മമതയാണ്. മമത പറയുന്നുണ്ട് കോൺഗ്രസ് ഒരു മുന്നറിയിപ്പും ഇല്ലാതെ പലപ്പോഴും പല തീരുമാനങ്ങൾ എടുത്ത് കുഴപ്പത്തിൽ ചാടി. അതുകൊണ്ടാണ് അവർ ഇന്ത്യ മുന്നണിയിൽ പോലും ചേരാതെ നിൽക്കുന്നതിന്റെ ഒരു കാര്യം ഇതാണ്. അപ്പം ആ മമതയുടെ ഭയവും മമത പറഞ്ഞിട്ടുള്ള ആശങ്കയും ഒക്കെ ശരിയാണെന്ന് വീണ്ടും ഒരിക്കൽ കൂടി കോൺഗ്രസ് തെളിയിച്ചിരിക്കുകയാണ്. അപ്പൊ ഇത്തരത്തിലുള്ള നെറികേടെന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ചേർന്നതാണോ ഇല്ലയോ എന്നുള്ളത് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. നിങ്ങളുടെ മുന്നണിയിലുള്ളവരെ ചതിച്ചിട്ട് പോകുന്നവരാണെന്നുള്ള ആക്ഷേപം ഉണ്ടാവും. അത് നീക്കം ചെയ്യാൻ പോലും കഴിയാത്ത ഒരു സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ പോയി നിൽക്കുന്നത്. അപ്പൊ വിജയിന്റെ തൽക്കാലത്തെ രാഷ്ട്രീയ പാർട്ടിയേക്കാൾ നിങ്ങളോടൊപ്പം നിന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയോടൊപ്പമായിരുന്നു നിങ്ങൾ നിൽക്കേണ്ടിയിരുന്നത്. അവരെയായിരുന്നു നിങ്ങൾ പിന്തുണയ്ക്കേണ്ടത്. അവരുടെ രാഷ്ട്രീയ തീരുമാനങ്ങൾക്കൊപ്പമായിരുന്നു നിൽക്കേണ്ടിയിരുന്നത്. അതൊക്കെ മറന്നിട്ടാണ് ഈ താൽക്കാലിക നേട്ടത്തിന് വേണ്ടി ഇത്തരത്തിലൊരു തട്ടിക്കൂട്ട് സെറ്റപ്പിലേക്ക് പോയത്. അതിന് കോൺഗ്രസ് ഭാവിയിൽ വലിയ വില കൊടുക്കേണ്ടി വരും. ഈ കോൺഗ്രസിന്റെ പിന്നിൽ നിന്നുള്ള കുത്തുകൂടി കൊണ്ടുകൊണ്ടായിരിക്കാം DMK ഒറ്റയടിക്ക് ബദ്ധവൈരികളായ ADMKക്കൊപ്പം സർക്കാരിന് പിന്തുണ കൊടുക്കാം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് പോലും എത്തിയത്. അല്ല, അതിന്റെ പിന്നിൽ അവർ പറയുന്നത് ഇനി ഒരു തെരഞ്ഞെടുപ്പ്, പെട്ടെന്നൊരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പറ്റുന്ന അവസ്ഥയിലുള്ള
അല്ല അവിടുത്തെ രാഷ്ട്രീയ അന്തരീക്ഷം എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അവരെ തൽക്കാലത്തേക്ക് അങ്ങനെ ആണെങ്കിലും ശത്രുത മറന്ന്, രാഷ്ട്രീയത്തിൽ ആരും പെർമനന്റ് ശത്രുക്കളല്ല, ആരും പെർമനന്റ് മിത്രങ്ങളല്ല എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഒരുപക്ഷെ അത്തരം ഒരു സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടി തമിഴ്നാട്ടിലെ രണ്ട് പ്രമുഖ ദ്രാവിഡ പാർട്ടികൾ ഒന്നിക്കുന്നു എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരുപക്ഷെ വലിയൊരു രാഷ്ട്രീയ മാറ്റത്തിന് പോലും അത് ഇടയാക്കിയേക്കാം. പക്ഷേ ADMK ആവശ്യപ്പെടുന്ന BJPയുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിച്ചിട്ട് വരാനാണ് പറഞ്ഞത്. പക്ഷെ അവിടെ പോലും ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് എന്തെങ്കിലും പ്രസക്തി ഉണ്ടോ ഇല്ലയോ എന്നുള്ള ആണ്. അവരെ ഇപ്പം ആരും ഒരു എടുക്കാച്ചരക്കായിട്ട് നാളെ മാറാനുള്ള സാധ്യതയാണ് ഏറ്റവും കൂടുതൽ ഉള്ളത്. അപ്പൊ ഇനിയും കോൺഗ്രസിന് DMK പോലെ ഒരു പ്രബലമായ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പിന്തുണ ഇല്ലാതെ തമിഴ്നാട്ടിൽ നിൽക്കാൻ പറ്റത്തില്ല. അപ്പൊ ഈ വിജയിന്റെ പാർട്ടിയുടെ ആയുസ് എത്ര ഉണ്ടെന്നുള്ളത് ഇനി കണ്ടറിയേണ്ട ഒരു കാര്യമാണ്. അവരങ്ങനെ ഇപ്പൊ തൽക്കാലത്തെ ഒരു ഓളത്തിൽ ജയിച്ചു വന്നെങ്കിലും മറ്റ് രണ്ട് പ്രമുഖ പാർട്ടികൾ ചേർന്ന് ഇവരെ പരമാവധി ഒതുക്കാനും അല്ലെങ്കിൽ ഭരണത്തിൽ വരുത്താതിരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തും. അപ്പൊ അത് ആ സാഹചര്യമായിരിക്കാം. അപ്പോൾ പോലും നഷ്ടം വരുന്ന കോൺഗ്രസിന്റെ വിശ്വാസ്യതയ്ക്കാണ് നഷ്ടം വരുന്നത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് പറയുന്ന രാഷ്ട്രീയ ധാർമ്മികതയ്ക്കും എതിരായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ BJP ഇത് ദേശീയ തലത്തിൽ ഉപയോഗിക്കും. ഇവരെ വിശ്വസിച്ച് നിങ്ങൾ എന്തിനാണ് കോൺഗ്രസിനോടൊപ്പം നിൽക്കുന്നത് മറ്റു കക്ഷികളോട് ചോദിക്കും. ആ ചോദ്യത്തിന് കോൺഗ്രസിന് മറുപടി പറയാൻ ഉത്തരവില്ലാതായി പോകും.